കേട്ടോട്ടെ. സുബു നന്നായി പാടി സുബു. ഓക്കെ നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. സുബു ഞാനും ഭയങ്കര ഫ്രണ്ട്സാ ബൈ ദ വേ. ശരത് സാർ എന്തൊരു വിളി കേക്കലായിരുന്നു. അനുസരണ. സുബ്രഹ്മണി സുഖാണോ? സുബ്രഹ്മണി പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് കൈയെടുക്കോ? എനിക്കൊരൊറ്റ ചോദ്യമുണ്ട്, അത് ബാക്കി നമുക്കത് കഴിഞ്ഞിട്ട് പറയാം. സുബ്രഹ്മണിക്ക് ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ അതിൻ്റെ ലിറിക്സിൻ്റെ കാര്യമാണ്. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? പല മാത്രം മതി. എൻ്റെ അല്ല, നിർമ്മല ശയ്യയിലെ. അതല്ല, അത് ഒരു ലൈൻ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ മതി. നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാളി മറ്റേ ഒക്ടോപ്പസ് എന്താണ്? പറയൂ. അല്ല സർ, പറയൂ. നീല നീരാളം എന്ന് പറയുമ്പോൾ എന്താണത്? അങ്ങനെയല്ല സർ,
ഒരു ചുമ്മാതെ സുഖത്തിന് കിടന്നോട്ടെന്ന് വിചാരിച്ചല്ലേ അങ്ങ് പറഞ്ഞത്? അല്ല, ലിറിക്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് സാർ അത്. അതിന് അർത്ഥം പറയൂ. അങ്ങനെ അനലൈസ് ചെയ്തിട്ടില്ല അർത്ഥം. ചുമ്മാതെ കേട്ടപ്പോൾ മലയാളമാണല്ലോ കൊള്ളാം അങ്ങനെ അങ്ങനെയല്ല. പിന്നെ എനിക്കതിൻ്റെ അർത്ഥം പറയണം. ഇത്ര ലിറിക്കിനെ പറ്റി എടുത്തു പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യം പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പരമഗുരുവാ. ഗുരുഭ്യോ നമഃ എന്നാ പറഞ്ഞേ. നിൻമണി അറയില് നിർമ്മല ശയ്യയിലെ എന്താണ്? മനോഹരമായ നിർമ്മലമായ ശയ്യയിലെ പടർന്നു കയറാൻ പറ്റുന്ന. ഓ, എങ്ങോട്ടാ? അല്ല, ഞാൻ പറയാ പടർന്നു കയറാൻ പറ്റുന്നേ എന്താണ് സംഭവം? കിടന്നുറങ്ങാൻ. അത് പടർന്നു കയറുന്ന എന്തിനാ? നടന്നു വന്ന് കയറിയാ പോരെ. അത് എന്താണ് നീലനീരാളം? അതെനിക്കറിയില്ല. കസവുള്ള പട്ട് അതാണ് കേട്ടോ. ഇനി അറിയാത്ത വല്ലതും കയറി പറഞ്ഞ എനിക്ക് തോന്നി സുബ്രഹ്മണ്യയുടെ മുഖം കണ്ടപ്പോ ഒരു പിടിപാടില്ല നിൽക്കുകയാണ്. അതാ പറഞ്ഞത്. ചുമ്മാ നിർമ്മല ശയ്യയിലെ അങ്ങനെ അതിനകത്തൂടെ അങ്ങോട്ട് ഒഴുകി കയറി അങ്ങോട്ട് കിടന്ന് ഉറങ്ങാന്ന്. അത് തറയെ കിടന്ന് ഉറങ്ങിയാ പോരെ. എന്തിനാ നിർമ്മല ശയ്യ? അത് റൊമാൻസിന്റെ ഒരു ഹൈറ്റാണ്. അത് മനസ്സിലാക്കണം കേട്ടോ. ഇതൊരു ഞാൻ തന്നെ പറഞ്ഞു ക്ഷീണിച്ച്. പോട്ടെ, പാട്ടിലേക്ക് വരാം. സുബ്രഹ്മണി നന്നായിട്ട് പാടിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. ഒന്നാമത് ഈ പാട്ട് എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. ഈ ചന്ദൻ അതെങ്ങനെ അതൊരു സ്വാതന്ത്ര്യക്കുറവ് തോന്നുന്നു സുബ്രഹ്മണി പാടുമ്പോൾ. അതെന്താണ് ഒരു പിടുത്തം? മൂക്ക് വേണ്ടാന്ന് വെക്കാം, അടഞ്ഞിട്ട് ഒന്ന് ചീച്ചയൊക്കെ കാണാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? ഇല്ല, മൂക്ക് ചീറ്റയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊന്നുമില്ല അണ്ണാ. അയ്യോ, ഇറ്റ്സ് ഓൾ കോമൺ മാൻ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അണ്ണന് മൂക്കേ ഇല്ലെന്ന് ഒന്ന് പറയുന്ന കേട്ടാല്. സ്റ്റാർട്ട് സുബ്രഹ്മണി. ചെയ്തിരുന്നു സാർ, പക്ഷെ എന്നാലും മൂക്ക് അത് വേണ്ട. ഇത് ഇന്നിച്ചാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അടഞ്ഞിരിക്കുക. ഓക്കെ ഓക്കെ സുബ്രഹ്മണി, അത് കുഴപ്പമില്ല. മൂക്ക് നല്ല ഇങ്ങനെ പിടിച്ചാൽ മതി. കുറച്ചും കൂടെ ഉള്ളിലാക്കി വെക്കുക, പിന്നെ നമുക്ക് ചീറ്റാം. ആ ചന്ദനം ഒന്ന് പാടിക്കേ. കുഴപ്പമില്ല സുബ്രഹ്മണി. ഈ അടപ്പുകൊണ്ടായിരിക്കണം ചിലപ്പം. എന്നും രണ്ടാമത് പാടിയപ്പോൾ വികാരഭരിതനായിപ്പോയി കേട്ടോ. അത് കുഴപ്പമില്ല. പൂങ്കാവനം എങ്ങനെയാ പാടുന്നത്? ചരണം. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു. അടുത്ത ലൈൻ എന്താണ്? പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗ. അതെന്താണ് വാക്ക്? ശ്രീ അല്ല, ശ്രീ ആണ്. ശൃംഗാരമാണ്. ശൃംഗാരമധൂറും. അപ്പൊ ആ വാക്ക് ശൃംഗാര എന്നുള്ളത് ശൃംഗാരാണ് കേട്ടോ. ശൃംഗാരായ പിന്നെ യാതൊരു വികാരം ഇല്ലാണ്ടായിപ്പോ. അതിന് രണ്ടിന് വ്യത്യാസമുണ്ട്. മനസ്സിലാത്തോണ്ട് ഓ ആ സുന്ദരി സുന്ദരി എന്നുള്ള അങ്ങനെ ടച്ച്. സുന്ദരി കിടത്ത് കൂവാൻ വയ്യ, അതുകൊണ്ടാ കേട്ടോ. താഴെ പാടിയാലും മതി. സുന്ദരി ചന്ദന സുന്ദരി, രണ്ടിനും വ്യത്യാസമുണ്ട്. സുബ്രഹ്മണ്യക്ക് മനസ്സിലായല്ലോ. ആ, സ്വരപ്പെടരുത് കേട്ടോ. ആ, മനസ്സിലായിക്കോളെ കാര്യം. ആ നീരാട്ടം, ഫസ്റ്റ് നീരാട്ടം കുറച്ച് അത് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നീരാടാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇംപ്രവൈസ് ചെയ്തത് അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാ. നിന്ന് ചൊറിഞ്ഞോളൂ. എന്താണ് സുബ്രഹ്മണ്യം പാടിയത്? പെട്ടെന്ന് അത് കേട്ടപ്പോൾ തെറ്റൊന്നുമില്ല സുബ്രഹ്മണ്യം, ഊറിക്കോട്ടെ, കൊള്ളാം. അത് ഒറിജിനൽ പാടിയിട്ടാണല്ലോ മോനെ ഇത് പാടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ സമ്മതിച്ചു. ഒറിജിനൽ പാടാണ്ട് ചുമ്മാ ഇംപ്രവൈസ് ചെയ്യാണ്ടിരുന്നത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് നന്നാക്കണം കുറേയും കൂടെ പാടി കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നന്നായി അർത്ഥം മനസ്സിലാക്കി പാടിയതിൽ വളരെ സന്തോഷം സുബ്രഹ്മണ്യം. All the very best. Thank you, sir. May God bless you. Thank you, Sharat sir. സുജാ ചേച്ചി. സുബ്രഹ്മണ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുബ്രഹ്മണ്യം അസലായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവിയുടെ ഫസ്റ്റ് ടു ലൈറ്റ്സ്, നിൻമണി അറിയില്ല, ആ നിർമ്മല ശയ്യയിലെ, അതായിരുന്നു ത്രൂ ഔട്ട് വേണ്ടിയിരുന്നത്.
അത് ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. അത് ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ആഹാഹാ എന്ന് പറഞ്ഞേനെ. പിന്നെ താഴെ ലോ പോർഷൻസ് കുറച്ചും കൂടെ ക്ലാരിറ്റി വരാം. ആസ് യൂഷ്വൽ സുബ്രഹ്മണ്യത്തെ താഴെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് ഇൻ ടോട്ടൽ ഇത് പറഞ്ഞ പോലെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ജയൻ ചേട്ടൻ, അർജുനൻ മാസ്റ്റർ, തമ്പി സർ ആൻഡ് ഓർക്കസ്ട്ര. താങ്ക്സ് ഫോർ സെലക്ടിങ് ദിസ്. താങ്ക് യു ചേച്ചി. ഷിനിസ. സുബ്രഹ്മണ്യം നന്നായിട്ട് പാടി. സുബ്രഹ്മണ്യം എനിക്ക് ഇത് വളരെ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രേസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബ്രെത്ത് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഇൻ ദിസ് സോങ്, ബ്രെത്ത്. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ കട്ട് ചെയ്താണ് സുബ്രഹ്മണ്യം പാടിയത്. അപ്പോൾ ഐ ഡോണ്ട് നോ വെദർ ഒറിജിനൽ ഇസ് ലൈക്ക് സോ മച്ച് ലൈക്ക് ദാറ്റ്. ബട്ട് എനിക്ക് യു ഹാവ് എ ബ്രെത്ത് പ്രോബ്ലം? ചുമയുണ്ട്. കുറച്ച് അത് മാത്രം ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു. ബട്ട് അത്രയ്ക്കും ബ്രെത്ത് എടുത്താലും ഇടയ്ക്കിടയ്ക്ക് അത് ശ്വാസം എടുക്കുന്ന ക്ലീൻ ആയിട്ട് കേൾക്കാം. ബട്ട് ദ വേ യു സാങ് ദ സോങ് സോ റിമാർക്കബിൾ, ബ്യൂട്ടിഫുൾ. മേ ബി പാസിംഗ് നോട്ട്സ് അവിടെ എവിടെയും പോയി കാണും, ബട്ട് ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇത്രയും സോ മച്ച് ചോക്ക് ബ്ലോക്കാണ് ഈ പാട്ട് വന്നുകൊണ്ടേയിരിക്കണം. എല്ലാം സംഗതി കണ്ടിന്യൂസ് നോട്ട്സ്. സോ ടഫ്, വെരി വെരി ടഫ് സോങ്. ഗ്രേറ്റ് ഗ്രേറ്റ്. ആൻഡ് എന്താ സപ്പോർട്ട് വോക്കൽ ട്രെയിനർ ആവുമല്ലോ, വോക്കൽ ട്രെയിനർ ആണല്ലോ അവരുടെ എല്ലാവരും അല്ലേ? സുബ്രഹ്മണ്യമാണ് വോക്കൽ ട്രെയിനർ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്. പിന്നെ കുറച്ച് എനിക്ക് എൻ്റെ സീരിയസ് ഒപ്പീനിയൻ, യോഗ ചെയ്യാറുണ്ടോ എന്തെങ്കിലും? യു മസ്റ്റ് ഡു. ഐ തിങ്ക് എന്തെങ്കിലും എക്സസൈസ് ഡെഫിനറ്റ്ലി ചെയ്യണം. ഐ തിങ്ക് ബ്രെത്ത് ദാറ്റ് ഓൾസോ ഇസ് വൺ പ്രോബ്ലം. യു ഹാവ് ടു ബി ഫിറ്റ്. സിംഗിങ്ങിന് വളരെ നല്ലതാണ്. ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. സുബ്രഹ്മണ്യം വെള്ളം കുടിക്കണോ? വേണ്ട. ഓക്കെ, നമുക്കിനി സ്കോർസ് അറിയാം. സുജാ ചേച്ചി. 28 on 30. താങ്ക് യു ചേച്ചി. ശ്രീനിസ. I felt some lack of breath. 27.5 on 30. താങ്ക് യു ശ്രീനിസ. ശരത് സർ. സുബ്രഹ്മണ്യം ചേച്ചിയെ അറിഞ്ഞൂടെ? സുജാത മോഹൻ പാട്ടുകാരിയാണ്. സീസൺ 1-ലെയും സീസൺ 2-ലെയും ഇനി വരാൻ പോകുന്ന എല്ലാ സീസണിലെയും പെർമനന്റ് ജഡ്ജാണ്. ചേച്ചിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. വലിയ ഫാനാണ്. പ്രൊപ്പല്ലറാണ് ആവുമല്ലേ? ശരി. അപ്പോൾ ചേച്ചി അപ്പോൾ അറിയാം. ഓക്കെ. അപ്പോൾ ഈ പാട്ടിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ രസിച്ച ഒരു പോർഷൻ ഏതാണ്, എന്താണ്? അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ മാർക്ക് എഴുതൂ. ഇത് സീരിയസ് ആണ്. ഞാൻ മാർക്ക് തരത്തില്ല. ഒരു മാർക്ക് കുറയ്ക്കും. ഞാൻ അവസാനം പറയും എന്തൊക്കെയാണ്. മാർക്ക് തരാണ്ടിരിക്കാൻ പറ്റത്തില്ല. ചേച്ചിയെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. സുന്ദരി. അയ്യേ അല്ല, സോപ്പല്ല, സർഫോ ഏതാണ്ടൊക്കെ. അല്ല, എനിക്കില്ല. ഇന്ദ്രനീലാഭ ചൂടും. ഇന്ദ്രനീലാഭ ചൂടും. ചേച്ചി എന്തോന്ന് ഇന്ദ്രനീല സോപ്പ് ഒഴിക്കുന്ന ആളാണ്. നീല കളർ. നീല കളർ എവിടെ ചേച്ചിക്ക്? ഇത് നീലയാണോ? എനിക്ക് തോന്നിയതേ ഇല്ല. കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, പറഞ്ഞോളൂ. അതൊന്നുമല്ല. അപ്പം ചേച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യക്ക് ഒരു മാർക്ക് ഞാൻ കുറയ്ക്കും. അതൊന്നും അല്ലെന്ന്. ചേച്ചിക്ക് ഈ പാട്ടിൽ മൊത്തത്തിൽ പിടിച്ചത് ലിറിക്കാനായിരിക്കണം, ആ ലൈനായിരിക്കണം എന്നൊന്നുമില്ല. എൻജോയ് ചെയ്ത ഒരു സ്ഥലം. ചേച്ചിയുടെ മുഖം ഭയങ്കര ഒരു 1000 വാട്ട് ബൾബിൻ്റെ കൂട്ട് ഇങ്ങനെ. എനിക്ക് ചൂടായി ചേച്ചി അടുത്തിരിക്കാൻ ആ സമയത്ത്. പിന്നെ ഒരു 4 ബാറും കൂടെ അതുണ്ടായിരുന്നു, ഞാൻ കരിഞ്ഞു പോയെന്ന്. അത്ര ചൂടായിരുന്നു. പറയൂ, അറിഞ്ഞൂടാ? അങ്ങനെ ഒരു ക്ലൂ തരാം. ഒരു ഗിറ്റാർ പോർഷൻ. അപ്പൊ അതൊന്ന് സച്ചിൻ അതൊരു 4 ബാറൊന്ന് വായിച്ച് ചേച്ചി ഒന്നും കൂടെ ചൂടാക്ക്. അതൊക്കെയാ പാട്ട്. അപ്പൊ സച്ചിന് താങ്ക്സ്. സുബ്രഹ്മണ്യൻ ഒരു മാർക്ക് കുറവും. ഓക്കെ, ഒരു 30 ഇടാന്ന് വിചാരിച്ചിരുന്ന ഞാൻ. സോറി. 27 on 30. Thank you, Sharat sir. 82.5 on 90. Thank you. Now overall performance on 10.
വോക്കൽ ട്രെയിനർ കൂടെ ആണല്ലോ. അങ്ങനെ ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. തലി കൊല്ലും അവര്. 8 on 10 and your total score is 90.5 on 100. Thank you.